എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ബ്രോ നമ്മുടെ ലൂർ ഉപയോഗിച്ചിട്ടുള്ള മീൻപിടുത്തത്തിൽ ഇത്രത്തോളം ത്രില്ല് എന്നുള്ളത്. അവരോടൊക്കെ ഞാൻ പറയാറുള്ളത് ഒറ്റൊരു കാര്യമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിൽ ലൂർ വലിക്കുന്ന സമയത്ത് ഒരു മീൻ അതിൽ സ്ട്രൈക്ക് ചെയ്ത് അതിനെ നിങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിഷിംഗ് അഡിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അത് 100% ഉറപ്പാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ആംഗ്ലർ. മല്ലു ആംഗ്ലറിൻ്റെ അടുത്തൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബറും അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് ചാലിയം ആണ്. നമ്മുടെ സ്ഥിരം കാസ്റ്റിംഗ് സ്പോട്ടാണ് ചാലിയം, കോഴിക്കോട് ചാലിയം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി വന്നതാണ്. നമ്മുടെ പുതിയ ഷിമാനോയുടെ FXനെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്ന ലൂറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഷിമാനോയുടെ FXനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. മീൻ കിട്ടുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല, മീൻ പിടിക്കാൻ പോയവർക്കറിയാം, മീൻ കിട്ടുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ റപ്പല്ലയുടെ ഷാഡോ റാപ്പ് എന്ന് പറയുന്ന ലൂർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ FX ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്തായാലും ലൂർ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ആളുകൾക്ക്, അതായത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ FXൽ ഞാൻ എൻ്റെ ബ്രൈഡഡ് ലൈന് സ്പൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ലൈന് കയറും എന്നുള്ളത്. ഞാൻ ഈ ലൈന് സ്പൂൾ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷിമാനോ FX 4000 ഏകദേശം ഞാനിപ്പോൾ സ്പൂൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറോക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബ്രൈഡഡ് ലൈനാണ് ഇതിലിപ്പോൾ ഞാൻ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ 100 മീറ്ററിൻ്റെ ബ്രൈഡഡ് ലൈൻ ആയിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കയറ്റിയിട്ടുണ്ട്. 100 മീറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇതിലൊരു 15-20 മീറ്ററോളം ഇതിൽ കയറാൻ ഇനിയും സ്ഥലമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 0.32 mm തിക്നെസ് ആണ് ആ ലൈൻ ഉള്ളത് എന്നാണ് അതിൻ്റെ ആ ഒരു റോളിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 0.28 mm ലൈനൊക്കെ ആണെങ്കിൽ ഏകദേശം 130-135 മീറ്ററിൻ്റെ അടുത്ത് എന്തായാലും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 0.32 mm ഉള്ള ലൈൻ തന്നെ ഏകദേശം 120 മീറ്ററിൻ്റെ അടുത്ത് കയറാൻ കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു FXന് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ യൂസ് ചെയ്യാൻ കാരണം ഇതിന് ഒന്നാമത് ഇത് വില കുറഞ്ഞിട്ടുള്ള ഒരു ലൈനാണ്. ഞാൻ ഈ FX ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോണത് നമ്മുടെ ഫ്രഷ് വാട്ടറിലേക്കുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ FXനെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്നേക്ക് ഹെഡിനൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ വില കൂടിയ ബ്രൈഡഡ് ലൈനൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പുല്ലിൻ്റെ മേലെയൊക്കെ തട്ടിയിട്ട് അതിൻ്റെ മേലുള്ള ഒരു സ്ലീക്നെസ് ഒക്കെ പോയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ലൈനിന് ഒരുപാട് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്നേക്ക് ഹെഡൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഒരുപാട് വില കൂടിയ ലൈനൊന്നും ഉപയോഗിക്കേണ്ട. ഈ ഒരു ലൈൻ ഇങ്ങനെയുള്ള വില കുറഞ്ഞിട്ടുള്ള പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലൈൻ ഉപയോഗിച്ചാൽ മതിയാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സിറോക്കിൻ്റെ ഈ ഒരു ലൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ബ്രൈഡഡ് ലൈന് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നത് ശരിയല്ല. നമ്മൾ ഒരു ബ്രൈഡഡ് ലൈൻ വാങ്ങി ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നല്ല മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈനിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രൈഡഡ് ലൈനെ പറ്റി കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിറോക്കിൻ്റെ ഈ ഒരു ലൈനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ഞാൻ തീർച്ചയായിട്ടും തരാം. അപ്പോൾ ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ 100 മീറ്ററിന് ഏകദേശം 500-550 രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഏതായാലും ഒരു ചൈന ബ്രൈഡ് 400 രൂപയ്ക്ക് മേടിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ബ്രൈഡ് മേടിക്കുന്നതായിരിക്കും.
അപ്പോൾ ഏതായാലും നമുക്കിനി കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പുതിയ എഫക്ട്സും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റെപ്പല്ലയുടെ ഷേഡോ റാപ്പും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കാവും എന്നുള്ളത് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഒരുപാട് ആംഗ്ലേഴ്സിനുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീലിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി 8.5 kg 11 kg എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 11 കിലോയുടെ മീൻ പിടിക്കാം, 8.5 കിലോയുടെ മീൻ പിടിക്കാം, അങ്ങനെ ഒരു തെറ്റായ ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ ഫുൾ ഡ്രാഗ് കപ്പാസിറ്റി 8.5 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.5 കിലോഗ്രാമുള്ള മീൻ വരെ ഇതിൽ പിടിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റീൽ ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 8.5 കിലോഗ്രാമാണ് ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റീല് ഫുൾ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള മീനിന് ഏകദേശം 8.5 കിലോഗ്രാമോളം ഭാരം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു മീനിന് 8.5 കിലോഗ്രാമോളം ഭാരം വലിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഈ റീല് വെച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഡ്രാഗ് കപ്പാസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8.5 കിലോഗ്രാമിനേക്കാളും കൂടുതൽ ഭാരം വലിക്കാൻ പറ്റുന്ന ഒരു മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രാഗ് ഫെയിലിയർ ആയി പോകും. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് വലിയൊരു മീനാണ് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഗ് ചെറുതായിട്ട് ലൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൈന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു റീലിൽ നിന്ന് റിലീസായി പോകും. അപ്പോൾ 8.5 കിലോഗ്രാം ഭാരം വഹിക്കാൻ പറ്റുന്ന മീനിനേക്കാളും വലിയ മീനിനെ നമുക്ക് ഈ ഒരു റീല് വെച്ചിട്ട് ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ ഡ്രാഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരിക്കലും ഡ്രാഗ് കപ്പാസിറ്റി എന്നുള്ളത് കൊണ്ട് 8.5 കിലോഗ്രാം ഡ്രാഗ് കപ്പാസിറ്റി എന്നുള്ളത് കൊണ്ട് 8.5 കിലോഗ്രാം ഉള്ള മീനിനെയാണ് ഇതിൽ പിടിക്കാൻ പറ്റുകയെന്ന് വിചാരിക്കരുത്. അതിനേക്കാളും വലിയ മീനിനെ നമുക്ക് ഇത് വെച്ച് ലാൻഡ് ചെയ്യിക്കാം. പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രാഗ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താലേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡിൻ്റെ ലിഫ്റ്റിംഗ് പവർ, മാക്സിമം ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഒരു 11 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 കിലോയുടെ മീൻ ഒരിക്കലും നമുക്ക് ഈ ഒരു റോഡിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരു 2 കിലോയുടെ മീൻ ലിഫ്റ്റ് ചെയ്താൽ തന്നെ റോഡ് ഒടിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് പറയാനുള്ള ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഈ അടുത്ത് നടന്നൊരു സംഭവമാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സബീലിക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് നമുക്ക്. അപ്പോൾ സബീലിക്കയുടെ ഒരു ഷോപ്പുണ്ട്, നമ്മുടെ ആംഗ്ലേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ആലുവയിലൊരു ഷോപ്പാണ്. അവിടെ ഇപ്പോൾ അടുത്ത് നടന്നിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കസ്റ്റമർ വന്നിട്ട് ഈ റോഡിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടിപ്പ് ഭാഗം വെച്ചിട്ട് ഒന്ന് മടക്കി നോക്കി. ഈ ടിപ്പ് പോർഷൻ വെച്ചിട്ട് ഒന്ന് ആ റോഡിൻ്റെ കപ്പാസിറ്റി നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒന്ന് ഇങ്ങനെ മടക്കി നോക്കിയപ്പോൾ ആ ടിപ്പ് പോർഷൻ ഒടിഞ്ഞുപോയി. അപ്പോൾ ഒരിക്കലും ഒരു ടാക്ടർ ഷോപ്പിലൊന്നും പോയിട്ട് ഇതുപോലുള്ള റോഡുകളുടെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ആ റോഡ് ഒടിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ആ റോഡ് ഏകദേശം ഒരു 14,000 രൂപയുടെ അടുത്ത് വിലയുള്ള റോഡായിരുന്നു അത്. അതിൻ്റെ ടിപ്പ് പോർഷൻ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തപ്പോൾ ഒടിഞ്ഞുപോയി എന്ന് വിചാരിച്ചിട്ട് ആ റോഡിന് പവർ ഇല്ലാത്ത റോഡാണെന്നോ ഒന്നുമല്ല. അത് അതിൻ്റേതായിട്ടുള്ള രീതികളിൽ ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന റോഡുകളാണ് എല്ലാ റോഡുകളും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ റോഡുകളും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന റോഡുകളാണ്. അപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരിക്കലും ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് മടക്കി നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ആ റോഡിൻ്റെ ടോപ്പ് സെക്ഷൻ കിട്ടുന്നതായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ റോഡിൻ്റെ കംപ്ലീറ്റ് പൈസ ആ ഒരു ഒടിച്ച ചേട്ടൻ കൊടുക്കേണ്ടി വന്നേനെ. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ ആംഗ്ലേഴ്സിന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡ്രാഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ലിഫ്റ്റിംഗ് പവർ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഏതായാലും നമ്മുടെ കാസ്റ്റിംഗ് തുടങ്ങാം. നമ്മുടെ ഷാഡോ റാപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷാഡോ റാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലൂറ് ഉപയോഗിക്കുമ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ലൂറ് വലിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ആക്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ആക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഈ ലൂറിന് കൊടുക്കുക എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ലൂറ് ഇതേപോലെ കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലൂറ് വലിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മുടെ റോഡിൻ്റെ എൻഡ് ഭാഗം ഇങ്ങനെ ഞെട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ആ ഒരു സമയത്ത് ഈ ലൂറിന് ശരിക്കും നല്ലൊരു ആക്ഷൻ ആയിരിക്കും കിട്ടുക. പിന്നെ നമ്മളൊരു സെക്കൻഡോ 2 സെക്കൻഡോ ചുമ്മാ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ലൂറ് മെല്ലെ വെള്ളത്തിൻ്റെ താഴേക്ക് ഇങ്ങനെ പോകും. പിന്നെ നമ്മളിങ്ങനെ വെട്ടിച്ച് വലിക്കുക.
ആ ഒരു വെട്ടിക്കുന്ന ആ ഒരു സമയത്താണ് ശരിക്കും ഈ ഒരു ലൂറിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് കിട്ടാറുള്ളത്. അതേപോലെ തന്നെ ഈ ലൂറ് വലിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ലൂറ് വെള്ളത്തിൻ്റെ താഴേക്ക് ആ പോകുന്ന ആ ഒരു സമയത്തും ഇതിന് നല്ല രീതിയിൽ സ്ട്രൈക്ക് ഈ ലൂറിന് കിട്ടാൻ ചാൻസുകളുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള പറയുന്നതാണ് കേട്ടോ. ശരിക്കും ഈ ലൂറ് ഇങ്ങനെ തന്നെയാണ് റിട്രീവ് ചെയ്യേണ്ടത്. നമ്മൾ വലിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ ലൂറ് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ലൂറ് റിട്രീവ് ചെയ്യേണ്ട ആവശ്യമില്ല, പതുക്കെ റിട്രീവ് ചെയ്താൽ മതി. ഷാഡോ റാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലൂറ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഒരു ലൂറാണ്. ഈ ഒരു ലൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ മീനുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലൂറ് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ചെമ്പല്ലിയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലൂറിൽ കിട്ടി കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാളാഞ്ചി ആ ഒരു മീനിന് വേണ്ടി ഈ ലൂറ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്രൂപ്പർ, അതായത് ഹമൂർ എന്ന് പറയുന്ന മീൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ലൂറാണ് ഷാഡോ റാപ്പ് എന്ന് പറയുന്നത്. പണ്ട് ഇതിന് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലൂറായിരുന്നു. ഇപ്പോൾ ഏകദേശം 750 രൂപയാണ് ഈ ഒരു ലൂറിൻ്റെ വില. ഏകദേശം ആ ഒരു റേറ്റിലാണ് വരുന്നത്. നല്ല റിസൾട്ടുള്ള ഒരു ലൂറാണ്. ഒന്നാമത് ഇതിൻ്റെ ഒരു നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ലൂറിനൊരു ആക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു ആക്ഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ആ ഒരു ടൈമിൽ ആ ലൂറ് ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ചെമ്പല്ലിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൂറ് എന്ന് വേണമെങ്കിൽ നമ്മുടെ ഷാഡോ റാപ്പിന് പറയാം. നല്ല റിസൾട്ടാണ് ഇതിന്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് കളറാണ്, പിന്നെ ഒരു ഗ്രീൻ കളറും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ പോവാ? വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഹമൂറാണ്. ഇത് ചെറിയ സൈസാണ്. നമ്മുടെ റപ്പല്ലയുടെ ഷാഡോ റാപ്പ് എന്ന് പറയുന്ന ലൂറില്ലേ, അതിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഐ
ഇനി നമ്മുടെ പുതിയ എഫക്ട്സിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ വലിയ ക്യാച്ചസ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അത് നടത്തിക്കഴിഞ്ഞാലേ നമുക്ക് ഈ റീലിനെ കുറിച്ചിട്ട് കൂടുതലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഇതുവരെ ഉപയോഗിച്ചത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് റീല് നല്ല സ്മൂത്താണ്. നമ്മുടെ ഷിമാനോടെ തന്നെ സിയന്ന എന്ന് പറയുന്ന റീലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതേപോലുള്ളൊരു സ്മൂത്ത്നെസ് ഈ ഒരു റീലിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സെഡോണയുടെ അത്ര ഒരു സ്മൂത്ത് അല്ല എങ്കിലും സിയന്നയുടെ ആ ഒരു സ്മൂത്ത്നെസ്സിലേക്ക് ഈ റീല് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഈ റീലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒറ്റൊരു കാര്യമാണ്. അത് എൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ ഒരു റീല് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹാൻഡിൽ നോബ് കുറച്ചും കൂടെ ഒരു വലുതായിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലും കൂടെ ഉണ്ടെങ്കിൽ നന്നായേനെ എന്ന് തോന്നുന്നു റിട്രീവ് ചെയ്യുമ്പോൾ. അത് ചിലപ്പോൾ എനിക്ക് മാത്രമുള്ളൊരു തോന്നലായിരിക്കാം. അതാണ് എനിക്കിതിലൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്കിപ്പോൾ ആ ഒരു കാര്യം മാത്രമേ തോന്നുന്നുള്ളൂ. ഈ ഒരു റീല് ശരിക്കും നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന റീലാണ്. നല്ല സ്മൂത്താണ്. നമ്മുടെ പഴയ എഫക്സിലും AXലും വരെ നല്ല ഹെവി ക്യാച്ചസ് ഒക്കെ നടത്തിയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും ഒരു പടി മുന്നിലാണ് ശരിക്കും നമ്മുടെ പുതിയ എഫക്ട്സ്. കമ്പനി തന്നെ പറയുന്നത് അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് AX എന്നാണ് നമ്മുടെ പുതിയ എഫക്ട്സിനെ കമ്പനി പറയുന്നത്. അപ്പോൾ AX ഉപയോഗിക്കുന്നതിനേക്കാളും 2 ഇരട്ടി സ്മൂത്തായിട്ടുണ്ട് ശരിക്കും പുതിയ എഫക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടക്കക്കാരനായിട്ടുള്ള ഒരാളിന് ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല മീനുകളെയും തീർച്ചയായിട്ടും ഇതിൽ പിടിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ പിടിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സ്നേക്ക് ഹെഡുകളായിരിക്കും. അതുപോലെ തന്നെ ചെമ്പല്ലി, കാളാഞ്ചി, അതുപോലെ തന്നെ ഒരു 5-6 കിലോ വരെയുള്ള ഗ്രൂപ്പർ. ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു റീല് തന്നെ ധാരാളം മതിയാവും. ഇതുവരെ ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് അതാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് കാസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അത് ഈ ഒരു റീലിൻ്റെ ഈ ഒരു സ്പൂണിൻ്റെ കട്ടഡ് എഡ്ജ് കൊണ്ടായിരിക്കും നല്ല രീതിയിൽ നമുക്ക് കാസ്റ്റ് ചെയ്ത് ഡിസ്റ്റൻസിലേക്ക് കവർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ റീലിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ വലിയ ക്യാച്ചസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ല കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്നും കൂടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോയും ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.